السلام عليكم ورحمة الله. كيف حالكم؟ بخير الحمد لله. مرحبا بكم إلى الصف السابع. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ നമ്മൾ അറബിക്കിൻ്റെ 2 യൂണിറ്റ് പൂർത്തിയായി. ഇനി 3ാമത്തെ യൂണിറ്റാണ്. വിക്ടേഴ്സ് ചാനലിലും 3ാമത്തെ യൂണിറ്റിലെ ഒരു പാഠഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3ാമത്തെ യൂണിറ്റിൽ നമുക്ക് 4 പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ട്. അൽ വഹ്ദത്തു സാലിസ 3ാമത്തെ യൂണിറ്റ്, അതിൻ്റെ മൗദൂ എന്ന് പറയുന്നത്, വിഷയം എന്ന് പറയുന്നത് മാ അജ്മൽ അൽ കൗൻ, എന്ത് ഭംഗിയുള്ള പ്രപഞ്ചം, ഈ പ്രപഞ്ചം എത്ര ഭംഗിയാണ്. റിഹ്ലത്തുൻ സഈദ, അതിൽ പഠിക്കാനുള്ള ഒരു 1ാമത്തെ പാഠഭാഗം ദർസ് എന്ന് പറയുന്നത് റിഹ്ലത്തുൻ സഈദയാണ്. ഹാപ്പി ജേണി, സന്തോഷയാത്ര. അതൊരു റിസാലത്താണ്, ഒരു ലെറ്ററാണ്, കത്താണ്. പിന്നെ ഖറിയത്തുൻ അത്തിറ, സുഗന്ധഗ്രാമം, സുഗന്ധമുള്ള ഗ്രാമം. തഖ്രീറു റിഹ്ല, അത് യാത്രാ വിവരണമാണ്. ഇലാഹുൽ കൗൻ, അത് ഇലാഹുൽ കൗൻ, പ്രപഞ്ചനാഥൻ എന്നത് ഒരു ഷിഅറാണ്, ഒരു കവിതയാണ്. മുസാരിയുൻ അമീനുൻ, വിശ്വസ്തനായ കർഷകൻ, അതൊരു വിവരണവുമാണ്. ഇത്രയാണ് ഈ വഹ്ദത്തു സാലിസയിൽ ഉൾക്കൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലെ ആദ്യത്തെ പാഠഭാഗം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള തന്നെയാണ്. നതഅല്ലം ഇൻഷാ അല്ലാഹ് അദ്ദർസൽ അവ്വൽ മിൻ വഹ്ദത്തിൽ അസ്സാലിസ റിഹ്ലത്തുൻ സഈദ നഖറഉ വനുനാഖിഷ്. പാഠഭാഗത്തിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് റിഹ്ലത്തുൻ സഈദ, ഹാപ്പി ജേണി. റിഹ്ല എന്ന് പറഞ്ഞാൽ യാത്രയാണ്, റിഹ്ലത്ത് യാത്ര. സഈദത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ, ആനന്ദകരമായ യാത്ര. അതാണ് റിഹ്ലത്തുൻ സഈദ, ഹാപ്പി ജേണി. അപ്പോൾ ഒരു കത്താണ്, ഒരു റിസാലത്താണ്. കത്തിന് അറബിയിൽ പറയാം റിസാലത്ത് എന്നാണ്. അപ്പോൾ ഇനി കത്ത് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇബ്നി അൽ ഹബീബ്, തുടക്കത്തിൽ പ്രിയപ്പെട്ട, ഇത് ഹാദിഹി റിസാല യക്തുബു അൽ വാലിദു ഇലാ ഇബ്നിഹി, ഇതൊരു കത്ത് തൻ്റെ മകന് വാപ്പ എഴുതുന്ന കത്താണ്. ഇബ്നി അൽ ഹബീബ്, പ്രിയപ്പെട്ട മോനെ, അതാണ് ഇബ്നി അൽ ഹബീബ്, പ്രിയപ്പെട്ട എൻ്റെ മോനെ. അപ്പോൾ അവിടെ ഒരു കോമ ഇട്ടിട്ടുണ്ട്. തഹിയ്യതൻ തയ്യിബതൻ മുബാറകതൻ വബഅദ്, വിശിഷ്ട അഭിവാദ്യങ്ങൾക്ക് ശേഷം. തഹിയ്യത്തൻ തയ്യിബത്തൻ മുബാറകത്തൻ വബഅദ് എന്ന് പറഞ്ഞാൽ വിശിഷ്ട അഭിവാദ്യങ്ങൾക്ക് ശേഷം. വേണമെങ്കിൽ ഇതിന് പകരം ഇവിടെ അസ്സലാമു അലൈക്കും എന്ന് തന്നെ കൊടുക്കാം. ഇത് എല്ലാവർക്കും മൊത്തത്തിൽ കൊടുക്കാൻ പറ്റിയ ഒരു വാചകമാണ്. തഹിയ്യത്തൻ തയ്യിബത്തൻ മുബാറകത്തൻ വബഅദു, വിശിഷ്ട അഭിവാദ്യങ്ങൾക്ക് ശേഷം. അന ഫി ഖൈരിൻ വആഫിയ, അന ഫി ഖൈരിൻ വആഫിയ, ഞാൻ സുഖത്തിലും ക്ഷേമത്തിലുമാണ്, അഥവാ എനിക്ക് സുഖമാണ്. അത് നമ്മൾ തുടക്കത്തിൽ എഴുതുമല്ലോ, എനിക്ക് സുഖമാണ്. അന ഫി ഖൈരിൻ വആഫിയത്തിൻ, എനിക്ക് സുഖമാണ്. വ അർജു അന്നക ബിഖൈർ, നിനക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. വ അർജു അന്നക ബിഖൈർ, നിനക്കും ഖൈറാണ്, സുഖമാണെന്ന് കരുതുന്നു. വയസുറുനി, എനിക്ക് സന്തോഷമുണ്ട്. അന്നക തഖൂമു ബിരിഹ്ലത്തിൻ ദിറാസിയത്തിൻ ബിഖുസൂസിൽ ബിഅ. വയസുറുനി അന്നക തഖൂമു ബിരിഹ്ലത്തിൻ ദിറാസിയത്തിൻ ബിഖുസൂസിൽ ബിഅ. ബിഅത്ത് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയാണ്, നേച്ചർ. ഖുസൂസ് എന്ന് പറഞ്ഞാൽ അനുബന്ധിച്ച്. അപ്പോൾ ബിഖുസൂസിൽ ബിഅ, പ്രത്യേകിച്ച് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു റിഹ്ലത്തുൻ ദിറാസിയ. റിഹ്ലത്തുൻ ദിറാസിയ എന്ന് പറഞ്ഞാൽ ദറസന, പഠിച്ചു എന്നാണ് നമുക്കറിയാം. മുദരിസ്, അധ്യാപകൻ. ദാരിസ്, പഠിക്കുന്ന കുട്ടി, അതായത് വിദ്യാർത്ഥി. അപ്പോൾ ദിറാസിയത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റഡി, റിഹ്ലത്ത് പറഞ്ഞാൽ യാത്ര. അപ്പോൾ ഒരു സ്റ്റഡി ടൂർ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡി ടൂർ നീ നടത്തുന്നുണ്ട് എന്നറിഞ്ഞതിൽ യസുറുനി, എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ യസുറുനി അന്നക തഖൂമു ബിരിഹ്ലത്തിൻ ദിറാസിയത്തിൻ ബിഖുസൂസിൽ ബിഅ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡി ടൂർ, പഠനയാത്ര നീ നടത്തുന്നു എന്നറിഞ്ഞതിൽ
എനിക്ക് സന്തോഷമുണ്ട്. വലാ തൻസ, നീ മറക്കരുത്, ഇർസാല സുവർ, ചിത്രങ്ങൾ അയക്കാൻ, ബഅദ റിഹ്ല, യാത്രക്ക് ശേഷം, അബ്റൽ ബരീദിൽ ഇലക്ട്രോണി, ബരീദുൽ ഇലക്ട്രോണി എന്ന് പറഞ്ഞാൽ ഇമെയിലിനാണ് പറയാം, മെയിൽ അയക്കാൻ, ചിത്രങ്ങളുടെ യാത്രക്ക് ശേഷം, യാത്രയിൽ ചിത്രങ്ങൾ മെയിൽ അയക്കാൻ നീ മറക്കരുത്. അതമന്നാലക റിഹ്ലതൻ സഈദ, നിനക്ക് ഒരു സന്തോഷകരമായ യാത്ര ഞാൻ ആശംസിക്കുന്നു. ഇത്രയാണുള്ളത്. അപ്പോൾ വായിക്കണമെന്നോട് ശ്രദ്ധിക്കുക. റിഹ്ലത്തുൻ സഈദ, റിഹ്ലത്തുൻ സഈദ ഇബ്നി അൽ ഹബീബ്, പ്രിയപ്പെട്ട എൻ്റെ മോനെ. തഹിയത്തൻ തയ്യിബത്തൻ മുബാറകത്തൻ വബഅദ്, വിശിഷ്ടാഭിവാദ്യങ്ങൾക്ക് ശേഷം. അനഫി ഖൈരിൻ വആഫിയത്തിൻ, എനിക്ക് സുഖമാണ്. വഅർജു അന്നക ബിഖൈർ, നിനക്കും സുഖമാണെന്ന് കരുതുന്നു. വയസുറുനി അന്നക തഖൂമു ബിരിഹ്ലത്തിൻ ദിറാസിയ, നീ ഒരു പഠന യാത്ര നടത്തുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ബിഖുസൂസിൽ ബിഅ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടപ്പോൾ പരിസ്ഥിതി പഠനത്തിന് വേണ്ടി. വലാ തൻസ ഇർസാല സുവർ, ചിത്രമറക്കാൻ മറക്കരുത്, ചിത്രമയക്കാൻ മറക്കരുത്. ബഅദ അർരിഹ്ല, യാത്രയ്ക്ക് ശേഷം. അബ്റൽ ബരീദിൽ ഇലക്ട്രോണി, മെയിൽ വഴി ചിത്രങ്ങൾ അയക്കാൻ നീ മറക്കരുത്. അതമന്നാലക റിഹ്ലത്തുൻ സഈദ, നിനക്ക് സന്തോഷകരമായ ഒരു യാത്ര ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇനി ഈ കത്തിൻ്റെ ഇത് മനസ്സിലായി. ഇവിടെയാണ് പ്രിയപ്പെട്ട എൻ്റെ മോനെ എന്നുള്ളത് ഫിൽ യമീൻ, വലത് സൈഡിലാണ് എഴുതുക. തഹിയത്തൻ തയ്യിബത്തൻ മുബാറകത്തൻ വബഅദ്, അതേപോലെ സലാമൊക്കെ എഴുതുന്നത് ഇവിടെയാണ്. അവസാനം വലത്തെ സൈഡിൽ തന്നെയാണ്, റൈറ്റ് സൈഡിൽ തന്നെയാണ് അറബിക്കിലാകുമ്പോൾ മക്കാൻ എഴുതുന്നത്, അഥവാ സ്ഥലം, പ്ലേസ് എഴുതുന്നത്. നമ്മൾ അല്ലാത്ത കത്തിന് ഈ സ്ഥലത്താണ് എഴുതുന്നത്. അത് നേരെ തിരിച്ചാണ് എന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. കാരണം എഴുതുന്നത് മിനൽ യമീൻ ഇല ഷിമാൽ, മിനൽ യമീൻ ഇല ലസാർ, വലത്തെ സൈഡിൽ നിന്ന് ഇടത്തെ സൈഡിലേക്ക് ആയതുകൊണ്ട് അറബിയിൽ അത് നേരെ തിരിച്ച് എഴുതുന്നു എന്ന് മാത്രം. അപ്പോൾ ഡൽഹി എന്ന സ്ഥലം എഴുതിയത് ഈ സൈഡിലാണ്. പിന്നെ താരീഖ്, ഡേറ്റ് എഴുതുന്നത് ഇവിടെയാണ്. ഡേറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ 8/10/2014 എന്ന് ഇവിടുന്ന് അങ്ങോട്ട് എഴുതുന്നത് നേരെ തിരിച്ചാണ് എഴുതുക. അപ്പോൾ അസാമിൻ നവംബർ, അസാമിൻ ഒക്ടോബർ, 2014 മിലാദിയ, 2014 മിലാദിയ, 2014, 2000 2014 14. പിന്നെ മീമിട്ടത് ക്രിസ്താബ്ദം എന്ന് നമ്മൾ പറയുന്നതിന് മീലാദിയ എന്നാണ് അറബിയിൽ പറയാം. അപ്പോൾ അസാമിൻ ഒക്ടോബർ, 2014 മീലാദിയ എന്ന ഡേറ്റ് ഇവിടെ എഴുതും. ഇവിടെയാണ് ആരാണോ കത്ത് എഴുതിയത് അയാളുടെ പേരുണ്ടാവുക. വാലിദുക്ക അൽ അസീസ് നാസിറുദ്ദീൻ, പ്രിയപ്പെട്ട നിൻ്റെ വാപ്പയാണ് ആരാണ്? നാസിറുദ്ദീൻ. അപ്പോൾ നമ്മൾ ആരാണ് അയാളുടെ പേരും ആണ് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കത്തിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗം, പിന്നെ കത്തിലെ മൗദു ഒരു റിസാല, ബിദായത്തുർ റിസാല കത്തിൻ്റെ തുടക്കം, മൗദുഉർ റിസാല കത്തിലെ വിഷയം, അത് നടുവിൽ, പിന്നെ ഖിതാമത്തുർ റിസാല കത്തിൻ്റെ ഒരു ഖാത്തിമ, അവസാന ഭാഗത്ത് ഉണ്ടാകുന്ന ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഈ ഭാഗം അവിടെ മക്കാൻ, സ്ഥലം, താരീഖ്, ഡേറ്റ്, പിന്നെ എഴുതിയ ആൾ. അയ്യു മക്കാനിൻ തുരീദു ലിർരിഹ്ലത്തി ദിറാസിയ. ഇനി ഇതിൽ ഈ കത്തുമായി ബന്ധപ്പെട്ട ഹുനാക 4 അസ്ഇലത്തിൻ, 4 ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. അയ്യു മക്കാനിൻ തുരീദു ലിർരിഹ്ലത്തി അദ്ദിറാസിയ, പഠനയാത്രക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ്? ഏത് സ്ഥലം പോകാനാണ് ഒരു പഠനയാത്രക്ക്, ഒരു സ്റ്റഡി ടൂറിന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ലിമാദാ സോറൽ വാലിദു മസ്റൂറൻ ബിരിഹ്ലത്തിൻ ഇബ്നിഹി. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠനയാത്രക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എഴുതിയാൽ മതി. രണ്ടാമത്തത് ലിമാദാ സോറൽ വാലിദു മസ്റൂറൻ ബിരിഹ്ലത്തി ഇബ്നിഹി, എന്തുകൊണ്ടാണ് തൻ്റെ മകൻ്റെ യാത്രയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ വാപ്പ സന്തോഷവാനായത്? കാരണം അതൊരു റിഹ്ലത്തുൻ ദിറാസിയയാണ്, ഒരു പഠനയാത്രയാണ് എന്നറിഞ്ഞതിൽ, അതും ബിഖുസൂസിൽ ബിഅ. സോറൽ വാലിദു മസ്റൂറൻ. അപ്പോൾ അതിന് ഉത്തരം എഴുതുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുതിയാൽ മതി. സോറൽ വാലിദു മസ്റൂറൻ ബിരിഹ്ലത്തി ഇബ്നിഹി ലിഅന്നഹു
لأنه رحلة دراسية بخصوص البيئة لأنه കാരണം അവൻ لأنه تقوم برحلة دراسية ഇവിടുന്ന് എഴുതുക لأنه تقوم برحلة دراسية بخصوص البيئة പരിസ്ഥിതി പഠനത്തിന് വേണ്ടിയാണ് അവൻ പരിസ്ഥിതിയെക്കുറിച്ച് ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ളൊരു സ്റ്റഡി ടൂറാണ് അവൻ നടത്തുന്നത് എന്നറിഞ്ഞത് കൊണ്ടാണ് പിതാവിന് സന്തോഷം തോന്നിയത്. അപ്പോൾ സോറൽ വാലിദു മസ്റൂറൻ ബിരിഹ്ലത്തി ഇബ്നിഹി ലിഅന്നഹു തഖൂമു ബിരിഹ്ലത്തിൻ ദിറാസിയത്തിൻ ബിഖുസൂസിൽ ബിഅ എന്നാണ് രണ്ടാമത്തിൻ്റെ ജവാബായി ഉത്തരമായി എഴുതേണ്ടത്. അയ്യു മനാദിറ തുഫദ്ദിലു ഫിർരിഹ്ലാത്തി ഖറിയതൻ അം മദീന, യാത്രകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൃശ്യം എന്ന് പറയുന്നത് എവിടെയുള്ള ദൃശ്യങ്ങളാണ്? ഖറിയതൻ ഗ്രാമമാണോ, വില്ലേജുകളാണോ? അം മദീന പട്ടണമാണോ? അപ്പോൾ പട്ടണം കാണാനാണോ, ഗ്രാമങ്ങൾ കാണാനാണോ? അവിടെയുള്ള ഗ്രാമങ്ങളിലുള്ള അല്ലെങ്കിൽ പട്ടണങ്ങളിലുള്ള ഏത് സ്ഥലങ്ങളിലെ ദൃശ്യങ്ങളാണ് യാത്രയിൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം? അപ്പോൾ അത് ചില ആളുകൾക്ക് ഗ്രാമം കാണാനായിരിക്കും, ഖറിയത്ത്. കാരണം പട്ടണത്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഖറിയത്ത് കാണാനാണ് ആഗ്രഹം ഉണ്ടാവുക, ഗ്രാമം കാണാൻ. ഇനി ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് മദീനത്ത് പട്ടണം കാണാനായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ ഏതാണോ അത് മാത്രം എഴുതിയാൽ മതി. ഹല്ലക്കൽ ബരീദുൽ ഇലക്ട്രോണിക്, നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഉണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതാം. ഹല്ലക്ക അൽ ബരീദുൽ ഇലക്ട്രോണിക്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്കൊക്കെ മൊബൈലിൽ ഒരു മെയിൽ ഐ ഡി ഉണ്ടായാലേ മൊബൈലിൽ വർക്ക് ആവുള്ളൂ. അപ്പോൾ അത് നിങ്ങളതാവില്ല, നിങ്ങളുടെ വാപ്പായുടെ ഉമ്മയുടെ ഒക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടോ എന്ന് എഴുതാനാണ്. ഹല്ലക്ക ഉണ്ടെങ്കിൽ നാം ലി ബരീദുൽ ഇലക്ട്രോണിക്, എനിക്ക് ഇമെയിൽ ഐ ഡി ഉണ്ട്. ഇല്ലെങ്കിൽ മാ അലി അൽ ബരീദുൽ ഇലക്ട്രോണിക്, എനിക്ക് ബരീദുൽ ഇലക്ട്രോണിക് ഇല്ല. ബരീദ് എന്ന് പറഞ്ഞാൽ പോസ്റ്റിനാണ് പറയുക, ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ പോസ്റ്റ് അല്ല. പിന്നെ ഈ രൂപത്തിലുള്ള ഈ മെയിലിനാണ് ബരീദ് എന്ന് പറയുക. ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ ഇ. അപ്പോൾ അൽ ബരീദുൽ ഇലക്ട്രോണിക് ഇമെയിൽ അതുണ്ടോ എന്നതാണ് ഇവിടെ എഴുതാനുള്ളത്. ഇനി ഈ കത്തിൽ മനസ്സിലാകേണ്ട ചില കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കത്തിൻ്റെ തുടക്കം, മൗലൂ, ഖാത്തിമ, അതിനെ വേർതിരിച്ച് ഓരോന്ന് തിരിച്ചറിയാൻ വേണ്ടി മനസ്സിലാകാനുള്ള ചില ഒരു ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നംലഉ അൽ അജ്സാ അത്താലിയ അല ലൗ ഇരിസാല. ഈ കത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വായിച്ചതിൽ നിന്ന് കത്തുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? ആരാണ് അയച്ചത്, ആർക്കാണ് അയച്ചത്, എന്താണ് അഭിവാദ്യം ചെയ്തത്, എന്താണ് കത്തിലെ വിഷയം, എന്താണ് അതിൻ്റെ അവസാനം, എവിടെയാണ് സ്ഥലം, എവിടെയാണ് ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ ആ കത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ഹുനാക്ക സബ്അ മൗലൂമാത്ത്, 7 വിവരങ്ങളാണ് അവിടെ നിങ്ങൾ എഴുതാനുള്ളത്. അപ്പോൾ അതിലൊന്ന് അൽ മുർസിൽ, കത്ത് എഴുതിയത് ആരാണ്, കത്ത് എഴുതിയ ആളെയാണ് ഇനി അവിടെ എഴുതേണ്ടത്. അപ്പോൾ കത്ത് എഴുതിയത് നാസിറുദ്ദീൻ. കത്ത് എഴുതിയ ആളെ പേര് എന്ത് ചെയ്താണ്? നമ്മൾ സാധാരണ കത്ത് എഴുതിയ ആളെ പേര് കത്തിൻ്റെ അവസാനത്തിൽ കൊടുക്കും. ഇതാ നാസിറുദ്ദീനാണ് ഈ കാണുന്നത് നാസിറുദ്ദീനാണ്. അപ്പോൾ നാസിറുദ്ദീനാണ് കത്ത് എഴുതിയ ആൾ. അപ്പോൾ ഇനി അടുത്തത് അൽ മുർസലു ഇലൈഹി, ആർക്കാണ് കത്ത് എഴുതിയത് എന്നാണ്. അപ്പോൾ കത്ത് എഴുതിയത് ഇബ്നി അൽ ഹബീബ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തിട്ടില്ല, മകനാണ്. ഇബ്നിഹി, അദ്ദേഹത്തിൻ്റെ മോനാണ് കത്ത് എഴുതിയിട്ടുള്ളത്, മോന് വേണ്ടിയാണ് കത്ത് എഴുതിയത്. അപ്പോൾ കത്ത് ആർക്കാണോ എഴുതിയത് അയാളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇബ്നുഹു, അദ്ദേഹത്തിൻ്റെ മകൻ, അൽ മുർസലു ഇലൈഹി അദ്ദേഹത്തിൻ്റെ മകനാണ്, അൽ ഇബ്ൻ മകൻ. ഇനി അത്തഹിയത്ത്, എന്ത് അഭിവാദ്യമാണ് കൊടുത്തത്, അതാണ് മൂന്നാമത്തത്. അഭിവാദ്യം, എന്ത് ഗ്രീറ്റിംഗ്സ് ആണ് കത്തിൽ നൽകിയിട്ടുള്ളത്, അത് ഈ ഗ്രീറ്റിംഗ് ആണ്. തഹിയതൻ ത്വയ്യിബതൻ മുബാറകതൻ വബഅദ് എന്ന ഭാഗം ആണ് അവിടേക്ക് എഴുതേണ്ടത്. ഈ ഒരു ഭാഗമാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, അടുത്ത അവിടെ എഴുതേണ്ട ഭാഗം അൽ മൗലൂ, കത്തിലെ വിഷയം എന്താണ്? കത്തിലെ വിഷയം എന്താണ്? അൻ റിഹ്ലത്തിൻ ദിറാസിയ, ഒരു സ്റ്റഡി ടൂറിനെ കുറിച്ചാണ് കത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഭാഗം ഇതാ, ബിരിഹ്ലത്തിൻ
ദിറാസിയ എന്ന് പറഞ്ഞ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു റിഹ്ലത്തുൻ ദിറാസിയെ കുറിച്ചാണ് അവിടെ കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കത്തിലെ വിഷയവും അതിൽ നിന്ന് കിട്ടി. പിന്നുള്ളത് അൽ ഖാത്തിമ, കത്തിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ള ഭാഗം എന്താണ്? അപ്പോൾ കത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് ഖാത്തിമ എന്ന് ചോദിച്ചാൽ അതിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്, അത്തമന്നാലക്ക റിഹ്ലത്തൻ സഈദ. കത്തിലെ അവസാനം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്, അത്തമന്നാലക്ക റിഹ്ലത്തൻ സഈദ. കത്ത് നമ്മൾ സാധാരണ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയുമല്ലോ, നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ, അല്ലെങ്കിൽ ആ കാര്യം പൂർത്തിയാകാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ, തൗഫീഖ് ചെയ്യട്ടെ, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ അവസാനത്തിൽ കത്തിൽ കൊടുക്കുന്ന ഭാഗമാണ് അത്തമന്നാലക്ക റിഹ്ലത്തൻ സഈദ. നിനക്ക് നല്ല ഒരു യാത്ര, സന്തോഷകരമായ യാത്ര ഞാൻ ആശംസിക്കുന്നു. അതാണ് കത്തിലെ അവസാന ഭാഗം. പിന്നെ അടുത്തത് ഇതിൽ എഴുതേണ്ടത് അൽ മക്കാൻ. ഏതാണ് സ്ഥലം? അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഡൽഹി. ഇതാണ് സ്ഥലം. സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഡൽഹിക്ക് ഡൽഹി എന്നാണ് അറബിയിൽ പറയാം. അപ്പോൾ അതാണ് സ്ഥലം. പിന്നെ താരീഖാണ് അടുത്തത്, ഡേറ്റും അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അസാമിൻ ഒക്ടോബർ 2014 മീലാദി. അപ്പോൾ ഇത് അങ്ങോട്ട് എടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് കത്തിൽ എന്തൊക്കെ വേണമെന്ന് മനസ്സിലാവും. അതിനു വേണ്ടിയാണ്, കത്തിൻ്റെ ഈ ഭാഗങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കൃത്യമായി ഇവിടേക്ക് എടുത്ത് എഴുതണം, അത് അയച്ചു തരും ചെയ്യണം. പിന്നെ നമൂദജ് ലി റസായിലിൻ ഖസീറ. നമ്മളിപ്പോൾ ഇത്തരത്തിൽ വളരെ വിശദമായിട്ടുള്ള കത്തുകളൊന്നും എന്ത് ചെയ്യാറില്ല, എഴുതാറില്ല. ഇപ്പോൾ SMS കാലമാണ്. SMS എന്ന് പറഞ്ഞാൽ ഷോർട്ട് മെസ്സേജ് സർവീസാണ്, അഥവാ ചെറിയ മെസ്സേജുകൾ. അധികം വാചകങ്ങളൊന്നും ഉണ്ടാവില്ല, വളരെ കുറഞ്ഞ വാചകങ്ങളിൽ നമ്മൾ ആശംസകൾ അറിയിക്കാറുണ്ട്. നമ്മൾ പ്രത്യേകമായ പിന്നെ ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ ഒക്കെ വരുമ്പോൾ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ വരുമ്പോൾ, പുതുവർഷമൊക്കെ വരുമ്പോൾ, പിന്നെ ന്യൂ ഇയർ വരുമ്പോൾ, അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ പറയുന്ന വാചകങ്ങളുണ്ട്. അതേപോലെ ഒരാൾക്ക് സുഖമല്ല, എനിക്ക് അസുഖമാണ്, പനിയാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ തിരിച്ചെന്ത് ചെയ്യും, അള്ളാഹു നിങ്ങൾക്ക് ഷിഫ നൽകട്ടെ. അപ്പോൾ അങ്ങനെ ചെറിയ രൂപത്തിലുള്ള മെസ്സേജുകൾക്ക് അറബിയിൽ പ്രയോഗിക്കുന്ന അറബി വാക്കുകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ രണ്ട് ഖാനകളും രണ്ട് കോളത്തിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമൂദജിൽ റസായിലുൻ ഖസീറ, അതാണ് ഷോർട്ട് മെസ്സേജ്. SMS-നാണ് റസായിലുൻ ഖസീറ എന്ന് പറയാം. അപ്പോൾ ചെറിയ മെസ്സേജുകൾ, ഇപ്പോൾ വാട്സപ്പിലൊക്കെ നമ്മൾ അയക്കുന്ന ചെറിയ മെസ്സേജുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു നിനക്ക് അനുഗ്രഹം ചൊരിയട്ടെ. ഇതിപ്പോൾ നമുക്കൊരു വാർത്ത ഒരാൾ പറഞ്ഞു, എനിക്ക് ഫുൾ A+ കിട്ടി, അപ്പോൾ ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു നിനക്ക് അനുഗ്രഹം ചൊരിയട്ടെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും, എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി, ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റാണ്, അല്ലെങ്കിൽ ഇന്നതിൽ എനിക്ക് മാർക്ക് കിട്ടി. അപ്പോൾ ഓരോ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ തിരിച്ച് നമ്മൾ കൊടുക്കുന്ന കൺഗ്രാജുലേഷൻസ് പറയുന്നതിന് പകരം പറയുന്ന മറ്റൊരു വാക്കാണ്, അറബിയിൽ പറയുന്നതാണ് ബാറക്കല്ലാഹു ഫീക്ക്. പിന്നെ ഈദ് മുബാറക്, പെരുന്നാൾ ദിവസങ്ങളിൽ കൊടുക്കുന്ന ഒരു ചെറിയ മെസ്സേജ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ഈദ് മുബാറക്. അതേപോലെ ഒരാൾ ഒരു യാത്ര പോകണം, അപ്പോൾ റിഹ്ലത്തുൻ സഈദ, ഹാപ്പി ജേണി, നല്ല യാത്രയാവട്ടെ. ആമുൻ ജദീദ്, ഇപ്പോൾ ന്യൂ ഇയർ വരികയാണ്, അപ്പോൾ ഉപയോഗിക്കാവുന്ന ന്യൂ ഇയറിന് പറയുന്നതാണ് ആമുൻ ജദീദ്, ന്യൂ ഇയർ. അന മഷ്ഗൂൽ, ഐ ആം ബിസി, ഞാൻ തിരക്കിലാണ് എന്ന് പറയാൻ കൊടുക്കുന്ന മെസ്സേജാണ് അന മഷ്ഗൂൽ. ഇലൽ ലിഖാ എന്ന് പറഞ്ഞാൽ സീ അഗൈൻ, വീണ്ടും കാണാം. അൽ ഗദുഅത്തുല, ടുമാറോ ഈസ് ഹോളിഡേ, നാളെ അവധിയാണ് എന്ന് പറയുന്ന ചെറിയ മെസ്സേജാണ് അൽ ഗദുഅത്തുലത്ത്, നാളെ അവധിയാണ്. അനഫി ഇന്തിദാരിക, ഐ ആം വെയിറ്റിംഗ് ഫോർ യു, ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് എന്നതിന് പറയുന്നതാണ് അനഫി ഇന്തിദാരിക്. ഷഫാക്കല്ലാ, അള്ളാഹു നിനക്ക് ആശ്വാസം നൽകട്ടെ, ഷിഫ നൽകട്ടെ. അജ്മലു തഹാനി, ഏറ്റവും നല്ല ആശംസയാണ് അജ്മലു തഹാനി. അപ്പോൾ ഒരാൾക്ക് നമ്മൾ ആശംസ പറയാനും ഒക്കെ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ പറയുന്ന ചെറിയ മെസ്സേജുകളാണ്. റിസാലത്തും ഖസീറയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി അതിൻ്റെ തുല്യമായ ഇംഗ്ലീഷോ മലയാളമോ അതിൻ്റെ നേരെ എഴുതി അയക്കും ചെയ്യണം. അടുത്തത് ഇനി നമുക്ക് എടുക്കാനുള്ളത് അൽ ഖറിയത്തുൽ ആത്തിറ എന്ന പാഠഭാഗമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഇത്രയാണ് ഉൾപ്പെടുത്തുന്നത്. 39-ാമത്തെ പേജ് മുതൽ ഈ 41-ാമത്തെ പേജ് വരെയുള്ള ഭാഗങ്ങളിൽ
2 പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അതൊന്ന് ഈ കത്തിൽ വന്നിട്ടുള്ള ഭാഗങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഈ എന്തൊക്കെയാണോ ഇവിടെ എഴുതേണ്ടത്, കത്തെഴുതിയ ആൾ ആർക്കാണോ എഴുതിയത്, അഭിവാദ്യം എന്താണ്, വിഷയം എന്താണ്, അതിൻ്റെ അവസാനത്തെ വാചകം, അത് അവസാനിപ്പിക്കുന്നത് എന്താണ്, അത് കത്തെഴുതിയത് ആൾ എവിടെയുള്ള ആളാണ്, സ്ഥലം, ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ എഴുതുക. അടുത്തത് ഇപ്പോൾ അവസാനം വായിച്ച റിസായിലു ഖസീറ, ഷോർട്ട് മെസ്സേജുകൾ അറബിയിൽ പറയുന്നതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ഏതെങ്കിലും ഒന്ന് എഴുതിയിട്ട് നോട്ട്ബുക്കിലേക്ക് പകർത്തുക, അത് അയച്ചു തരാം. അപ്പോൾ ഇത്രയാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.